ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2^20 ഇൻറ്റു 3^30. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എങ്ങനെ നോക്കാം. അപ്പോൾ എനിക്കറിയാം ഇതാണ് 2^20. ഇതിനെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2^2 ഇൻറ്റു 10 എന്ന് എനിക്ക് എഴുതാമല്ലോ. എഴുതാം. അതുപോലെ ഞാൻ എഴുതാൻ പോവാണ് 3^30. അതിനെങ്ങനെ എഴുതാൻ പോവാം? 3^3 ഇൻറ്റു എന്തിനെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. അപ്പം പവർ രണ്ടും സെയിം ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതി ചെയ്തത്. അപ്പോൾ നോക്കിക്കോണം, എനിക്കിതിനെ മൊത്തം എങ്ങനെ എഴുതാൻ പറ്റും? 2^2 ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് 4^10 എന്ന് എഴുതാം. ഇനി ഇൻറ്റു 3 ക്യൂബ് അല്ലേ, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 27^10 ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്കറിയാം A⁻m ഇൻറ്റു B⁻m ആണെന്നുണ്ടെങ്കിൽ ഇത് A ഇൻറ്റു B ദ ഹോൾ റേസ് ടു m ആണ്. പവർ രണ്ട് സെയിം ആണെങ്കിൽ എന്താണ്, ബേസ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 4 ഇൻറ്റു 27 ഉണ്ടല്ലേ. 4 ഇൻറ്റു 27 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 ആണ്. അപ്പോൾ 108 റേസ് ടു എത്ര വരും? 10 എന്ന് വരും. പറഞ്ഞാൽ മനസ്സിലായോ? 108 റേസ് ടു 10 ആണ് എൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ ആണല്ലോ.